ബിസിനസ് ഒക്കെ എങ്ങനെ ഒരു ഹാപ്പിനെസ് ഞാൻ ആലോചിക്കുന്നത് ഈ നാട്ടുകാർ ചിന്തിക്കുന്നില്ലേ അവർക്കും നാളുകളിൽ ഇതേപോലൊരു ഇഷ്യൂ ലൈഫിൽ സംഭവിച്ച എന്തായിരിക്കും ഞാൻ ഈ കല്യാണം അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയാണ് 2020 ലാസ്റ്റ് 21 മുതലൊക്കെ ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. സ്നേഹം തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും. സോഷ്യൽ മീഡിയയിൽ അത്ര ലൗഡ് ആൻഡ് വിസിബിൾ ഒന്നും അല്ല അത്. ബട്ട് റിയൽ ലൈഫിൽ അവൻ എന്തെങ്കിലും ഒന്നുള്ളപ്പോഴോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. എന്തെങ്കിലും അവർക്കൊരു ആവശ്യം വരുമ്പോൾ വിളിക്കാൻ പറ്റുന്ന ഒരു പരിചയം ഉണ്ടാകും. എനിക്കത്രേ ഉള്ളൂ. അപ്പോൾ കല്യാണം ആയപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ? പിന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സീൻ വന്നാലും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാണ് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. അപ്പോൾ ഐ ഹാവ് ടു ഡു വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. എല്ലാ ദിവസവും ഡെസ്കിലേക്ക് എന്തെങ്കിലുമൊക്കെ എത്തിക്കണ്ടേ? എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. അവനെ കമന്റ് ബോക്സിനകത്തും പേഴ്സണൽ മെസ്സേജിനകത്തും വിഷയം സംസാരിക്കുന്നുണ്ട്. ഓബിയസ്ലി ആ പുഷ് എനിക്ക് വരും. മുതലെടുക്കണേണ സജി. I have to do this. ഞാനും കേട്ട സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. നമുക്കത് ചാകര ഇതിപ്പോ പുതിയ സംഭവം അല്ലല്ലോ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടിയല്ലേ. അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതൊന്നും പുറത്തറിയിച്ച് വ്ളോഗോ കാര്യങ്ങളോ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അത് കുറച്ചും കൂടി ഒരു മെച്യൂർ ആയിട്ട് ഈവൻ കമന്റ് ബോക്സും വീഡിയോ ചെയ്യുന്ന ഒരു ഓഡിയൻസും കൂടി എടുക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ ഈ വിഷയങ്ങളിൽ. പിന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സീൻ വന്നാലും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാണ് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. അത് നല്ലതാ. പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. കാറ്റുള്ളപ്പോ തൂറ്റാൻ നോക്കുക. തൊഴിലാണ് എന്റെ ചോറാണ് എന്റെ തൊഴിൽ. ഇത് രണ്ടുമാണ് എന്നെ വഴിയാധാരം. അവനെ കമന്റ് ബോക്സിനകത്തും പേഴ്സണൽ മെസ്സേജിനകത്തും വിഷയം സംസാരിക്കുന്നുണ്ട്. ഓബിയസ്ലി ആ പുഷ് എനിക്ക് വരും. ഞാൻ അതിൽ അഭിമാനിക്കുന്നു. ഈ ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ആലോചിക്കുന്നത് ഈ നാട്ടുകാർ ചിന്തിക്കുന്നില്ലേ അവർക്കും നാളുകളിൽ ഇതേപോലൊരു ഇഷ്യൂ ലൈഫിൽ സംഭവിച്ച എന്തായിരിക്കും. ഒരു കൈ കൊണ്ട് തല്ലിയിട്ട് മറു കൈ കൊണ്ട് തലോടി കരുണ കാണിക്കുന്നു. ചേട്ടനെ എനിക്ക് മനസ്സിലാകുന്നേയില്ല. നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അവർക്കും നാളുകളിൽ ഇതേപോലൊരു ഇഷ്യൂ ലൈഫിൽ സംഭവിച്ച എന്തായിരിക്കും. അപ്പൊ താൻ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കുന്നത്.